ഓർമ്മയിലെ ഏറ്റവും ആദ്യത്തെ സംഭവം 1944 ഏപ്രിൽ മാസം 9-ാം തീയതിയാണ്. ഈ തീയതി കൃത്യമായിട്ട് പറയുന്നത് അന്ന് കലണ്ടർ നോക്കാൻ അറിയാമായിരുന്നതുകൊണ്ടല്ല. എൻ്റെ മനസ്സിലെ ആദ്യത്തെ ഓർമ്മ എൻ്റെ അനിയൻ ജനിച്ചു എന്നാരോ എന്നോട് വന്ന് പറയുന്നതാണ്. അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ് ഈ പറഞ്ഞത്. അപ്പൊ അന്ന് ഒക്കെ ഈ ആശുപത്രി പോണ പരിപാടിയൊന്നുമില്ല. വീടുകളിലാണ് പ്രസവം. ഡോക്ടർ കൊള്ളാവുന്ന വീടുകളിലൊക്കെ ആണെങ്കിൽ. നിങ്ങളുടെ പ്രസവം എങ്ങനെയായിരുന്നു? എന്റെ പ്രസവം എന്നെ കണ്ടാ ഗർഭമുള്ള പോലെ ഇരിക്കുന്നതുകൊണ്ട് എന്റെ പ്രസവം എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് ഞങ്ങളുടെ വീട്ടിലാണ്. അപ്പോ അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്നുള്ളതിൽ നിന്ന് ഒരു ചെറിയ വീടല്ലേ, അവിടെ ഹെഡ് മാസ്റ്ററുടെ ക്വാർട്ടേഴ്സിലായിരുന്നു. അച്ഛൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പൊ ഹെഡ് മാസ്റ്ററുടെ ക്വാർട്ടേഴ്സിലാണ് ഈ സംഭവം. അന്നേരം അതിനടുത്ത് സ്കൂൾ കോമ്പൗണ്ടിലാണത്. അപ്പൊ അവിടുത്തെ ശിവായിയുടെ മകനെ കൂട്ടി എന്നെ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, യാക്കോബ് ചേട്ടനായിരുന്നു അയാളുടെ പേര്. അയാൾ മരിച്ചുപോയി. അന്ന് അയാൾ എന്നെ ഓലപ്പാമ്പുണ്ടാക്കി കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ രസിച്ചിരിക്കുമ്പോഴാണ് എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു, അനുജനുണ്ടായി. അതെ, അമ്മ പ്രസവിച്ചു. എനിക്ക് വാസ്തവത്തിൽ അത് കൃത്യമായിട്ട് മനസ്സിലായില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ സംസ്കൃത ശ്ലോകത്തിലൊക്കെ രണ്ടാമത്തെ പകുതിയിൽ സെമിറ്റിക് പാരമ്പര്യത്തിൽ സങ്കീർത്തനത്തിലൊക്കെ അർത്ഥം പറയുമല്ലോ, അതുപോലെ അദ്ദേഹം പറഞ്ഞു നിനക്കൊരു അനിയനുണ്ടായി. അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഓർമ്മ. അതുകൊണ്ടാണ് എൻ്റെ ബാല്യകാല സ്മരണ അവിടെ തുടങ്ങുന്നത് പറയാൻ കാരണം. ഞങ്ങളും ഞങ്ങളുടെ അച്ഛനും കൂടെ ആ മുറ്റത്ത് കളിച്ച് വളർന്നു. പിന്നെ കുറച്ചുകൂടെ വലുതായപ്പോൾ സ്കൂൾ പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ വൈകിട്ട് സെറ്റ് കൂടുന്ന ആളുകളുണ്ടായിരുന്നു, കളിക്കും. എന്തുതരം സെറ്റായിരുന്നു? സാധാരണ നാട്ടുമ്പുറത്തുള്ള കൂട്ടുകാർ. അവരിൽ മിക്കവരും ഇന്നിപ്പോൾ ഇല്ല, പല കാരണങ്ങൾ കൊണ്ട്. ഓർക്കുന്നുണ്ടോ ഏതെങ്കിലും പേരുകൾ? പിന്നെ നല്ലോണം ഓർക്കുന്നുണ്ട്. എവിടെയെങ്കിലും പട്ടി ഇണ കൂടിയാൽ കളിയിൽ ഞാൻ സുല്ലാണ് എന്ന് പറഞ്ഞിട്ട് കല്ലുമായി പട്ടിയുടെ പുറകെ ഓടുന്നൊരു പാപ്പച്ചനുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചില മനുഷ്യരെ ഞാൻ പിന്നെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അവർക്ക് ആരെങ്കിലും സന്തോഷിക്കുന്നത് കണ്ടാൽ ഉടനെ അത് എന്തെങ്കിലും ഒരു കല്ലിട്ടാലേ ശരിയാവും. പാപ്പച്ചന് ഇവരെ പിരിച്ചുവിടണം, അതിലാണ് പാപ്പച്ചന്റെ സന്തോഷം. ഞാൻ പിന്നെ IAS അങ്ങനെയുള്ള ആളെ കണ്ടിട്ടുണ്ട്. ഈ പാപ്പച്ചന്മാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരു കാര്യമില്ല, അവര് സന്തോഷിച്ചാൽ ഒരു കല്ലെറിഞ്ഞിരിക്കണം. ഈ ഉപരിപഠനത്തിനായുള്ള താങ്കളുടെ യാത്രയെ കുറിച്ച് പറയും. 15 വയസ്സിൽ ഞാൻ എന്റെ ഗ്രാമം വിട്ട് ആലുവയ്ക്ക് പോയി. ആലുവ എന്ന് പറയുന്നത് യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പോയി. അത് പിന്നെ ദൂരം എന്ന് പറഞ്ഞാൽ 10-12 മൈല്, അന്നത്തെ രീതിക്ക് മൈല്. ഇപ്പൊ 20 കിലോമീറ്റർ. അന്നും ഇന്നും പ്രസിദ്ധമായ ഒരു കോളേജാണ്. അത് വളരെ പ്രസിദ്ധമായ, മഹാത്മാഗാന്ധിയും ടാഗോറും ഒക്കെ സന്ദർശിച്ചിട്ടുള്ള, ആശ്രമതുല്യമായ അന്തരീക്ഷം നിലനിന്നിരുന്ന ഒരു ക്രൈസ്തവ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി സെക്യുലർ അന്തരീക്ഷം നിലനിർത്തിയ കോളേജായിരുന്നു. ക്രൈസ്തവരായ മനുഷ്യർ ഇവിടെ വന്ന് കേരളത്തിൽ സ്ഥാപിച്ച ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. അതിന് മൂല്യച്യുതി വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ആരോപണം ഉള്ളതുണ്ടോ? അല്ല, അങ്ങനെ ആരോപണമുണ്ട്. തന്നെയല്ല, അതിന്റെ കൂടെ പറയേണ്ട ഒരു സംഗതി, യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് വിദേശത്തുനിന്ന് ആളൊന്നും സ്ഥാപിച്ചതല്ല. 4 മലയാളികൾ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകരായിരുന്ന 4 പേര്. അതിൽ ഒന്നാമത്തെ ആള് KC ചാക്കോ, സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ക്ലാസ്മേറ്റും. അവര് ഫസ്റ്റ് ക്ലാസ് ബ്രാക്കറ്റഡാണ് ഫിലോസഫിയിൽ. ഇവർക്ക് 4 പേർക്കൂടെ തോന്നി ഇതുപോലെ ഒരു സ്ഥാപനം നാട്ടിൽ തുടങ്ങണം. അങ്ങനെ അവർ വന്ന് അവർക്ക് തിരുവിതാംകൂർ സർക്കാർ പ്രോത്സാഹനം കൊടുത്ത് സ്ഥലം കൊടുത്ത് അങ്ങനെയൊക്കെ തുടങ്ങിയതാ കോളേജ്. നാട്ടുകാരുടെ പരിപാടിയായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു ഗുരുകുല അന്തരീക്ഷമായിരുന്നു ത്രൂ ഔട്ട്. അഡ്മിഷൻ കിട്ടുക തന്നെ വലിയ അതെ, അവിടത്തേക്കാൾ അവിടെ പോലും ആ കാലത്തെ അന്തരീക്ഷം ഇന്ന് നിലവിലുണ്ട് എന്ന് അന്ന് പഠിച്ചിരുന്ന ഞങ്ങൾക്ക്. ഞാൻ ആ കോളേജിന്റെ കാര്യം മാത്രമല്ല, അല്ല, അപ്പൊ അത് അവിടെ പോലും ഈ വ്യത്യാസം ഉണ്ടായിരിക്കെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് എന്താണ് മേന്മ എന്ന് ചോദിക്കേണ്ട വരുമ്പോൾ മാത്രമേ അതിന് പ്രത്യേകതയുള്ളൂ. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോ എത്ര ഭംഗിയായി നടക്കുന്ന ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജാണെങ്കിലും വെല്ലൂരെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജോ ലൂധിയാനയിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജോ പരമാവധി ബാംഗ്ലൂർ സെന്റ് ജോൺസോ ഈ 3 സ്ഥാപനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ
ക്രൈസ്തവ മൂല്യങ്ങൾ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് വിചാരിച്ചുകൊണ്ട് സെക്യുലർ അന്തരീക്ഷം നിലനിർത്തി നന്മ ചെയ്യുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങൾ കുറവാണ്. അതിപ്പോ ഒരു ലോകത്തൊട്ടാകെ ഉണ്ടാകുന്ന ഒരു സംഭവത്തിന്റെ ഞാൻ ഈ ക്രൈസ്തവ മൂല്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂല്യങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ ചോദിച്ചത്. അത് ഇതിന്റെ പേരിൽ തന്നെ ഇപ്പോൾ നായർ സർവീസ് സൊസൈറ്റിയും SNDP ഒക്കെ ഒട്ടേറെ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. അടിസ്ഥാന മൂല്യങ്ങൾ, ഇതിന്റെ ഉദ്ദേശശുദ്ധി, അതുമായി പൊരുത്തപ്പെടുന്ന എത്ര കോളേജുകൾ, സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്? അത് ഒരു ചിന്താ വിഷയമാണ്. ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്താനാണെങ്കിൽ പള്ളിക്ക് എന്തിന് പള്ളിക്കൂടം എന്ന് ഞാനൊരു ലേഖനം എഴുതി. ആ ലേഖന സമാഹാരത്തിന്റെ പുസ്തകത്തിന്റെ പ്രസാധകന്റെ നോട്ടത്തിൽ ഞാൻ അങ്ങനെ ഒരു ലേഖനം, അങ്ങനെ ഒരു പുസ്തകം എഴുതിയാൽ അത് ചെലവാകുമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് പുസ്തകത്തിന്റെ പേരാക്കി അത് ചെലവാകും. എല്ലാ പുസ്തകവും ഭംഗിയായി ചെലവാകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടത്തരം അച്ഛൻ ഹെഡ് മാസ്റ്റർ, അമ്മ പഠിപ്പിക്കുകയായിരുന്നു. പക്ഷേ അന്ന് അച്ഛൻ പ്രൈവറ്റ് സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. അച്ഛന്റെ ശമ്പളം 30 രൂപയാണ് ഹെഡ് മാസ്റ്റർക്ക് അന്ന് തുടങ്ങുന്ന കാലത്ത്. അച്ഛൻ പിരിയുമ്പോൾ 1963 അച്ഛൻ റിട്ടയർ ചെയ്തത്. അന്ന് അച്ഛന് 336 രൂപയാണ് ശമ്പളം. അത് വലിയ കാശായിട്ടാണ് അന്ന് കണ്ടിരുന്നത്. ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്? എനിക്ക് എന്റെ മക്കൾക്ക് പഠിപ്പിക്കാൻ നോക്കുന്നില്ലല്ലോ എന്ന്. അച്ഛൻ എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛനെ എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? അച്ഛൻ മരിച്ചത് 87 പോർട്ട് ട്രസ്റ്റ് ഞാൻ ചെറുവാനായിട്ട് നാട്ടിലിരിക്കുന്നു. എന്റെ പോർട്ടൽ ഐലൻഡിൽ വെച്ചാണ് മരിച്ചത്. സിവിൽ സർവീസിന് മുമ്പുള്ള താങ്കളുടെ ഒരു ചെറിയ ഇടക്കാലം ഉണ്ടല്ലോ, അതേക്കുറിച്ച്. അത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായാൽ അന്ന് ഇല്ല, എന്തുകൊണ്ടാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു വിഷയം തിരഞ്ഞെടുത്തത്? എഞ്ചിനീയറിംഗ് എന്നുള്ള വിഷയം സത്യത്തിൽ ഞാൻ തിരഞ്ഞെടുത്തതല്ല. അപ്പൊ അന്ന് ഉണ്ടായിരുന്നത് ഇപ്പോ ഉള്ള ഒരു അവസ്ഥയായിരുന്നില്ല. അന്ന് ആലുവ കോളേജിലെ എന്റെ അധ്യാപകരിൽ വെങ്കട്രാമൻ സാറായിരുന്നു കണക്ക്, നാരായണ മേനോൻ സാറ് ഹിന്ദി, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറ് മലയാളം. ഈ 3 പേരൊഴിച്ച് എന്നെ പഠിപ്പിച്ച എല്ലാവരും അവരവരുടെ വിഷയത്തിൽ ഡിഗ്രിയും PGയും എടുത്തിട്ട് IAS എഴുതണമെന്ന് എന്നെ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുമ്പോൾ ഉപദേശിച്ചു. കെമിസ്ട്രി അനന്തരാമൻ സാറ് പറഞ്ഞു, ബാബു കെമിസ്ട്രി പഠിച്ചാൽ മതി, എന്നിട്ട് പിന്നെ IAS. പഠിച്ച എല്ലാ കാലങ്ങളിലും SSLC മുതൽ പ്രീ ഡിഗ്രി, പിന്നീട് കോളേജിൽ റാങ്ക് ഹോൾഡറാണ് ഡോക്ടർ ബാബു പോൾ എന്ന് മനസ്സിലാക്കിയുള്ള കുട്ടികൾ ഇത് മനസ്സിലാക്കണം. അന്ന് സത്യത്തിൽ ഈ IAS എന്നൊക്കെ സാറുമാര് പറഞ്ഞത് ഞാൻ വീട്ടിൽ പറഞ്ഞെങ്കിൽ എന്റെ മോഹം ഇംഗ്ലീഷ് MA പാസ്സായിട്ട് തിരിച്ച് ആലുവ കോളേജിൽ വന്ന് പഠിപ്പിക്കണം, അവിടെ വന്ന് പഠിപ്പിക്കണം. അന്ന് ആലുവ കോളേജിലെ വാദ്യാരുടെ ശമ്പളം 100 രൂപ. UC കോളേജ് അക്കാലത്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഐ എം ഓൾസോ സ്റ്റുഡന്റ് ഓഫ് ഇംഗ്ലീഷ്, ഒരു പ്രശസ്തമായ കോളേജ് ആയിരുന്നു. എന്ന് മാത്രമല്ല അവിടെ അന്ന് ശമ്പളമൊന്നുമില്ല. അവിടെ ഞങ്ങളുടെ പ്രിൻസിപ്പാളിന് 80 രൂപയാണ് ശമ്പളം. കാരണം അദ്ദേഹം അവിവാഹിതനായിരുന്നു. വിവാഹം ചെയ്തിട്ടില്ലാത്തവർക്ക് കൂടുതൽ ശമ്പളം അല്ലല്ല, വിവാഹം ചെയ്തിട്ടില്ലാത്തവർക്ക് ശമ്പളം കുറവ്. അദ്ദേഹം പ്രിൻസിപ്പാൾ ആണെങ്കിൽ 80 രൂപയുള്ളൂ. അദ്ദേഹത്തിന് അനിയന് 3 പെൺമക്കളാണ്. അദ്ദേഹത്തിന് 150 രൂപ ശമ്പളം. കാരണം കുട്ടികൾ 3 കുട്ടികളെ വളർന്നു. നല്ല കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം ആയിരുന്നു. പിന്നെ അതുപോലെ അവരുണ്ടാക്കിയിരുന്ന വേറൊരു സിദ്ധാന്തമാണ് അവിടുത്തെ അക്രൈസ്തവരായ പ്രഗത്ഭ പ്രൊഫസർമാരുണ്ട്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഇങ്ങനെയുള്ളവര്. അവർക്ക് ഇതിനേക്കാൾ 50 രൂപ വെറുതെ എക്സ്ട്രാ, അവർക്കൊക്കെ 200 രൂപ. എന്ത് ക്രൈസ്തവരല്ലാത്തത്? ക്രൈസ്തവരല്ലാത്തവള് അവര് വന്ന് ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നതിന്റെ ഇവർ ത്യാഗം സഹിക്കുക, അവർക്ക് കൊടുക്കുക. എന്നിട്ട് വെങ്കട്രാമൻ സാറ് അവരുടെ അധ്യാപകരുടെ ഉടമസ്ഥയിലുള്ള കോളേജാണ് ആലുവ. ഫെലോഷിപ്പ് എന്നാണ് പറയാം. കോളേജ് അധ്യാപകരാണ് അതിന്റെ, അവിടുത്തെ അധ്യാപകരുടെ തന്നെ സ്വന്തം കോളേജാണ്. അവിടെ പഠിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ അധ്യാപകർ പഠിപ്പിച്ചാൽ 2 കൊല്ലം പ്രൊബേഷൻ. അത് തൃപ്തികരമായാൽ അവിടെയുള്ള മറ്റ് സീനിയർ അധ്യാപകർ അവരെ സ്ഥിരപ്പെടുത്തിയാൽ ഹി ഓൾസോ ബിക്കംസ് പാർട്ട് ഓഫ് ദ മാനേജ്മെന്റ്. ഒരു വല്ലാത്തൊരു കാര്യമാണ്. 5 കൊല്ലം കൂടെ പ്രിൻസിപ്പാൾ. അതുണ്ടോ ഇപ്പൊ ഈ സംവിധാനം അവിടെ? ഈ സംവിധാനം അവിടെ ഇപ്പോഴും ഉണ്ടെങ്കിലും ഇപ്പൊ ഈ UGC സ്കെയിലും ഒക്കെ അന്തരീക്ഷമാകെ മാറിയില്ല. പക്ഷെ പ്രിൻസിപ്പാൾ 5 കൊല്ലം കൂടി മാറും, അതിപ്പോഴും ഉണ്ട്. Every 5 years the principal changes. That goes by rotation among professors. അത് കൊള്ളാമല്ലോ. വേറെ കോളേജിലൊന്നും എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ആ കാര്യം ഉണ്ടാകാൻ പ്രയാസമാണ് സാധാരണഗതിയിൽ. അപ്പൊ എന്നിട്ട് ഇവിടെ ആലുവ കോളേജിൽ ഒരിക്കൽ വെങ്കട്രാമൻ സാറ് ഇവരുടെ മീറ്റിംഗ് നടക്കുന്ന ഒരു ദിവസം അവരുടെ മുറിയിൽ ചെന്ന് കയറി. എല്ലാ തിങ്കളാഴ്ചയുമാണ് ഈ സ്ഥിരം ക്രിസ്തീയ അധ്യാപകർ പ്രാർത്ഥനയ്ക്ക് കൂടും. അവിടെയാണ് ഭരണപരമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരു യോഗത്തിൽ അവർ തീരുമാനിച്ചു, അവിടെ എന്തോ ഒരു ക്രൈസിസ് വന്നപ്പോൾ എല്ലാവരുടെയും ശമ്പളത്തിൽ 6 മാസത്തേക്ക്
50 രൂപ വീതം കുറയ്ക്കാം. അതിൽ നിന്ന് എന്നാൽ വെങ്കട്ടരാമൻ സാറ്, അനന്തരാമൻ സാറ്, കുറ്റിക്കുഴ കൃഷ്ണപിള്ള സാറ്, നാരായണമേനോൻ സാറിനെയൊക്കെ ഒഴിവാക്കി കുറയ്ക്കുന്നതിന്. അപ്പൊ അവരോട് അങ്ങനെ ത്യാഗം ചെയ്യാൻ പറയണ്ട എന്ന് ഇവരൊരു തീരുമാനമെടുത്തു. അത് അടുത്ത മീറ്റിംഗിലാണ് വെങ്കട്ടരാമൻ സാറേ എന്ന് പറഞ്ഞത്, എന്നോട് കുറയ്ക്കരുതെന്ന് പറയാൻ നിങ്ങളാണ്, ഇത് എന്റെയും കൂടെ കോളേജല്ലേ, ആർ യു കമ്മ്യൂണൽ, ജസ്റ്റ് ബിക്കോസ് ഐ എം നോട്ട് എ ക്രിസ്ത്യൻ യു ആർ നോട്ട് ഡിഡക്ടിങ് മൈ സാലറി. അതാണ് ആ മനുഷ്യന്റെ മഹത്വം. അങ്ങനെയുള്ള അധ്യാപകരാണ് നമ്മളെ പഠിപ്പിച്ചത്. അദ്ദേഹമാണ് തഞ്ചാവൂര് തിരിച്ചുപോയി മനുഷ്യനായിട്ട്. വീടിന്റെ പേര് ദി ആലുവ എന്നാണ്. അപ്പോ അവിടുത്തെ ഒരു അന്തരീക്ഷം അങ്ങനെയായിരുന്നു. ഹോസ്റ്റൽ ജീവിതം, ക്യാമ്പസ് ലൈഫ്, വാർഡന്റെ ഭാര്യ വാസ്തവത്തിൽ സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലൊക്കെ ഉള്ളതിന്റെ ഒരു 20-ാം നൂറ്റാണ്ടിലെ പരാവർത്തനമായിരുന്നു. അത് പറിച്ചു നട്ടുന്നൊന്നും പറഞ്ഞുകൂടാ. ആ വാർഡന്റെ ഭാര്യ യുടെ മക്കളെ പോലെയാണ് ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന 50 ആൺകുട്ടികളെ അവർ കരുതുന്നത്. മാസത്തിൽ ഒരിക്കലും ഓരോ റൂമിൽ നിന്നുള്ള ആളുകളായിട്ട് വിളിക്കും. ആണ്ട് അവസാനമാകുമ്പോഴത്തേക്കും 2 പ്രാവശ്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ വാർഡന്റെ വീട്ടിൽ അത്താഴം കിട്ടിയിരിക്കും. സെറ്റായിട്ട് വിളിക്കും. പിള്ളേരെ പറയാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു മനോഹരമായ ഒരു അന്തരീക്ഷം. ഇന്ത്യൻ സിവിൽ സർവീസ് കളക്ടറാവുന്നു. ഡോക്ടർ ബാബു ഇപ്പോൾ ഇവിടെ ഹോൾഡ് ചെയ്യാത്ത ഒരു പോസ്റ്റും ഇല്ല കേരള സർവീസിൽ. ഏതാ വൈസ് ചാൻസലർ അടക്കം. അപ്പൊ ഈ അധ്യാപകൻ ആയില്ല എന്നുള്ളതിന്റെ വിഷമം അവിടെ മാറിക്കാണും. സത്യത്തിൽ വളരെ ഒരു കുറച്ചു കാലം അവിടെ ആ ചുമതലയിൽ ഇരുന്നുള്ളെങ്കിലും ഏറ്റവും ഞാൻ ആസ്വദിച്ചൊരു ജോലിയായിരുന്നു. അതിനകത്ത് ആകെ എത്ര കാലം ഉണ്ടായിരുന്നു? ഏകദേശം 1 കൊല്ലത്തിൽ താഴെ. അപ്പൊ അതിനകത്ത് പിന്നീട് എന്നെ 2 പ്രാവശ്യം വൈസ് ചാൻസലർ വിളിച്ചിട്ട് ഞാൻ പോയില്ല. അപ്പൊ അത് രണ്ടും നിഷേധിച്ചതിന് ശേഷമാണ് ഇവിടെ ഈ നിർബന്ധിതനായി തീർന്നത്. ഒറ്റ ബോറ് പരിപാടിയേ ഉള്ളൂ ഈ വൈസ് ചാൻസലറിന്റെ, ഈ സർട്ടിഫിക്കറ്റ് ഒപ്പിടണം. ഇതുപോലെ നമ്മള് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എല്ലാം ഇതിലും തന്നെതാൻ ഒപ്പിടണ്ട, അതിന് യന്ത്രവും ഫാസിമിലിയൊന്നും വെച്ചാൽ പോരല്ലോ. ആ ഒരു ബോർ ഒഴിച്ചാൽ ആ ഒരു ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റിയും ബേസിക് ഹ്യൂമിലിറ്റിയും, അതായത് ഞാൻ എല്ലാ അറിവിന്റെയും അവസാന വാക്കല്ല എന്നറിയാനുള്ള ഒരു വിനയവും ഉണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു ജോലിയാണ്. നിങ്ങളുടെ മുഖത്ത് തന്നെ എന്റെ ഒരു സന്തോഷമുണ്ട് ഞാൻ വൈസ് ചാൻസലറിന്റെ കാര്യം പറഞ്ഞപ്പോ. ഇപ്പോ ഈ യൂണിവേഴ്സിറ്റീസ് ഈ വൈസ് ചാൻസലർ എന്ന പോസ്റ്റൊക്കെ ഹോൾഡ് ചെയ്യുന്നത് ഒരിക്കലും ഒരു സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മനുഷ്യരാകുന്നില്ല. അവർ ഒന്നുകിൽ അകൽച്ച പാലിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ചില രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരുടെ രാഷ്ട്രീയത്തെ, കുട്ടികളുടെ രാഷ്ട്രീയം അടക്കം പേടിക്കുന്നു. എങ്ങനെ കാണുന്നത്? ആരുടെ കാല് പിടിച്ചിട്ടായാലും വൈസ് ചാൻസലറായാൽ ആ പദവി നാണക്കേട് നീക്കിക്കോളും എന്നുള്ള ഒരു മട്ടിൽ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ചിലരെങ്കിലും ഇവിടെ വരാറുണ്ട്. ഞാൻ ഫാത്തിമ ബീവി മദ്രാസിൽ വൈസ് ചാൻസലറായിരുന്ന കാലത്ത് ഗവർണറായിരിക്കുമ്പോൾ മദ്രാസിൽ 2 സർവകലാശാലകളിലെ ഗവർണർക്ക് നിയമനാധികാരമുള്ളൂ, ബാക്കിയൊക്കെ ഗവൺമെന്റിനാണ്. അപ്പൊ മന്ത്രിസഭയാണ് നിയമിക്കുന്നത്. 2 സർവകലാശാല വൈസ് ചാൻസലർ ഗവർണർ നിയമിക്കും. അപ്പൊ ഫാത്തിമ ബീവി എനിക്കൊരു സഹോദരിയെ പോലെ ആയിരുന്നുകൊണ്ട് എന്നെ ഫോണിൽ വിളിച്ചു ചോദിച്ചു, ബാബു ഒന്ന് കമ്മിറ്റി ഒന്ന് വൈസ് ചാൻസലർ ആവാനല്ല, വൈസ് ചാൻസലറെ സെലക്ട് ചെയ്യാൻ. അങ്ങനെ തമിഴ്നാട്ടിന് പുറത്തു നിന്ന് ഒരാളെ കൊണ്ടുവന്നു. അതൊക്കെ വലിയ എന്നെ കൊണ്ടുവന്നത് കോഴിക്കോട്ടെ ചായക്കട നടത്തുന്ന കൃഷ്ണൻ നായരെ വൈസ് ചാൻസലറാക്കാൻ വേണ്ടിയാണെന്നൊക്കെ തമിഴന്മാർ കാർട്ടൂണൊക്കെ വരച്ചു ആ കാലത്ത്. അപ്പൊ അന്ന് പോയപ്പോഴാണ് ഞാൻ ഇതിന്റെ പ്രഷർ അനുഭവിച്ചത്. വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് വരാനുള്ള ആളുകൾ ഏതെല്ലാം തരത്തിലാണ് അതിന് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നാൽ പിന്നെ അവര് അധികാരികളുടെ മുമ്പേ കുമ്പിട്ട് നിന്നല്ലേ ഒക്കുള്ളൂ. ആ പണ്ട് മുതലിയാരും ജോൺ മത്തായിയും എൻ കൃഷ്ണനും KCK രാജായും സാമുവൽ മത്തായിയും ജോർജ് ജേക്കബും ഒക്കെ ഇരുന്ന കസേരകളിൽ അവരുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകൾ ഇരിക്കുമ്പോൾ പിന്നെ ആ ബഹുമാനം ഇവർക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കൂല. അത് വ്യക്തികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പലപ്പോഴും. ഇല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ പറഞ്ഞു. കേരളത്തിനെ കുറിച്ചിട്ടുള്ള സൽപ്പേര് വിദ്യാഭ്യാസമാണ്. അത് സ്കൂൾ തലത്തിലാണെങ്കിലോ കോളേജ് തലത്തിലാണെങ്കിലോ ഉപരിപഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലോ ആ സൽപ്പേര് നമുക്ക് കുറെ കാലമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അറ്റ് ഓൾ ലെവൽസ്. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അത്
ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കുഴപ്പങ്ങൾ കൊണ്ടാണോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന? അല്ല, അത് രണ്ടും ഉണ്ട്. ആരും മാറി നിന്ന് കുറ്റം പറയാനൊക്കില്ല. ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഒരു മനസ്സിൽ ഈ അതിലൊന്ന് ജിറാഫായിരിക്കണമെന്നുള്ള മൈൻഡ് സെറ്റ് അവനവന്റെ സമുദായത്തെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും ഇല്ല. മൈൻഡ് സെറ്റിന്റെ ഡോക്ടർ ബാബു പോൾ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇത്, മലയാളി മൈൻഡ് സെറ്റ്. കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ, ഞാൻ ചോദിക്കട്ടെ, ഒരു 40 വർഷങ്ങളിൽ ഈ കേരളത്തിലെ സമൂഹത്തെ താങ്കൾ പഠിക്കാൻ തുടങ്ങിയ വർഷങ്ങൾ മുതൽ വാട്ട് ഹാപ്പൻ ടു ദ മലയാളി കമ്മ്യൂണിറ്റി? നമ്മൾ കൂടുതൽ ഫ്രാഗ്മെന്റഡ് ആയി എല്ലാ അർത്ഥത്തിലും. അവരവരുടെ ഒരു ചെറിയ ലോകം, അവരവരുടെ സമുദായം. എന്റെ സമുദായത്തിൽ നിന്ന് എത്ര മന്ത്രി, കൊള്ളാവുന്ന എത്ര മന്ത്രി ഉണ്ടെന്നല്ല, എന്റെ സമുദായത്തിൽ നിന്ന് എത്ര മന്ത്രി എന്ന് ചോദിക്കാൻ നിവൃത്തിയുള്ളൂ. അവസ്ഥയിലെത്തില്ല നമ്മൾ. അപ്പൊ അത് ഇടതുപക്ഷം പോലും അത് അംഗീകരിക്കാൻ തുടങ്ങിയ ഒരു വാട്ടർഷെഡ് ഏരിയ എന്ന് ഞാൻ പറയുന്നത് 1967 ഇന്ത്യയിൽ മുഴുവൻ ഒരു പൊളിറ്റിക്കൽ വാട്ടർഷെഡ് ആയിരുന്നു അത്. കേരളത്തിലും ഒരു വാട്ടർഷെഡ് 67 മന്ത്രിസഭ മുതലാണ്. അപ്പൊ അതിന്റെ തുടർച്ച എല്ലായിടത്തും വന്നു. അപ്പൊ അതുകൊണ്ട് ഏത് വന്നാലും അതിലെത്ര സുറിയാനി ക്രിസ്ത്യാനി, അതിൽ തന്നെ സുറിയാനി കത്തോലിക്കനെത്ര, സുറിയാനി ഓർത്തഡോക്സ് എത്ര, അതിൽ പ്രോട്ടസ്റ്റന്റ് എത്ര, CSIക്കാണെങ്കിൽ അല്ലെങ്കിൽ നാടാർ കമ്മ്യൂണിറ്റിയിൽ പോലും ക്രിസ്ത്യൻ നാടാർ എത്ര, ഹിന്ദു നാടാർ. ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുന്നത് ഇത്രയും കൃത്യമായി നമ്മൾ ഇത് ആലോചിക്കുന്നതിന് വേണ്ടി നമുക്ക് അധികമായി കിട്ടിയ വിദ്യാഭ്യാസത്തെ ദുരുപയോഗപ്പെടുത്തിയ കാലമാണ് കഴിഞ്ഞ ഏതാണ്ട് ദശാബ്ദം. പിന്നെ നിങ്ങളുടെ കൂട്ടൊരു വ്യക്തി അപ്പോൾ ഒരു എറോഷൻ തുടങ്ങി. യു പുട്ട് ദ ഡേറ്റ് ഓൺ 1967. Is there a reversal possible? It is possible. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ആ റിവേഴ്സലിന് വേണ്ടി വാട്ട് ക്യാൻ വി ഡു? അല്ല, വാട്ട് വി ക്യാൻ ഡു എന്നുള്ളത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ 2009 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എന്നോട് മനോരമയിൽ തോമസ് ജേക്കബ് പറഞ്ഞൊരു എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് പ്രധാനമായി കാരണം 2-3 വാചകത്തിൽ പറയുക. ഈ മാന്യന്മാരോട് ചോദിക്കുന്ന രീതിയിൽ ഓരോ ദിവസം അങ്ങനെ കൊടുക്കാനൊക്കെ. ഞാൻ അന്ന് പറഞ്ഞ അഭിപ്രായത്തിന് ഒരുപാട് വിമർശനം എന്റെ സമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ചും വൈദികരിൽ നിന്നുണ്ടായി. പക്ഷെ അത് ശരിയായി എന്നുള്ളതാണ് എന്റെ ഒരു ഗുണം ഞാൻ കാണുന്നത്. ഞാൻ അന്ന് പറഞ്ഞു, ഇടയലേഖനങ്ങൾ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കപ്പെടുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. അതുകൊണ്ട് ഗുണമുണ്ടാവില്ല എന്ന് അടുത്ത ഇലക്ഷൻ വലിയ സാധനം പുറത്തു വരില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത്തവണ വന്നില്ലല്ലോ. അപ്പൊ അതൊരു സമൂഹത്തിൽ തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടായി. ഇടയലേഖനം ഇറക്കുന്ന ആൾ വാസ്തവത്തിൽ ഒരു തരത്തിൽ പറഞ്ഞ ഇടയലേഖനത്തിനോട് നമുക്ക് പരാതി ഉണ്ടാവേണ്ട കാര്യമില്ല. അതിപ്പോ ഈ കള്ള് കുടിക്കുന്നവൻ മാത്രമേ ബെവറേജസ് കോർപ്പറേഷനിൽ പോകും. അവിടെ എന്ത് കള്ളിരുന്നാൽ നമുക്ക് എന്തോ അവനല്ലേ കാണുള്ളൂ. പരസ്യം എന്ന് പറഞ്ഞതുപോലെ ഇടയലേഖനം ആരാ കേൾക്കുന്നത്? പള്ളി പോകുന്നവനാണ്. പള്ളിയിൽ പോകുന്നവൻ തന്നെ അതിൽ പകുതി പേര് ശ്രദ്ധിക്കുക പോലുമില്ല. എന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെന്ന് വിചാരിക്കാൻ വേണമെങ്കിൽ. ഏതായാലും സമൂഹത്തിൽ തന്നെ ഒരു റിയാക്ഷൻ ഉണ്ടായി. ഇതല്ല തിരുമേനിമാരുടെ ജോലി എന്നൊരു ചിന്ത വന്നു. അതൊക്കെ പതുക്കെ താഴേന്ന് വരുന്ന സിസ്റ്റമിക് എന്ന് പറയാൻ ഒക്കില്ലെങ്കിലും ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ്.